ഹായ് ഹലോ വെൽക്കം ടു ദ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വെർബാണ്. കൺഗ്രാജുലേറ്റ് അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്ന നൗൺ നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ ശരിയായിട്ടുള്ള പ്രയോഗമാണ് ഇവിടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. കൺഗ്രാജുലേറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം, അതായത് ഒരു വെർബാണത് അല്ലേ, അതൊരു വെർബാണ്. അതിൻ്റെ മീനിങ് എന്താണ്? അഭിനന്ദിക്കുക എന്നാണ്. ഒരാൾ നമ്മൾ അഭിനന്ദിക്കുമ്പോൾ പറയുന്ന വാക്കാണ് കൺഗ്രാജുലേഷൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഇതിൽ വരുന്നൊരു ഈ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നൊരു കറക്ഷൻ എന്ന് പറയുന്നത്, നമ്മൾ പലപ്പോഴും കൺഗ്രാജുലേറ്റിൻ്റെ കൂടെ തെറ്റായിട്ടുള്ളൊരു പ്രിപ്പോസിഷൻ ചേർത്ത് സാധാരണഗതിയിൽ പറയാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു സെൻറ്റൻസ് നോക്കൂ. മൈ അങ്കിൾ കൺഗ്രാജുലേറ്റഡ് മീ ഫോർ മൈ സക്സസ്. മൈ അങ്കിൾ കൺഗ്രാജുലേറ്റഡ് മീ ഫോർ മൈ സക്സസ്. എൻ്റെ അങ്കിൾ എൻ്റെ വിജയത്തിൽ എന്നെ അഭിനന്ദിച്ചു എന്നാണ് നമ്മൾ എഴുതിയത്. ഇവിടെ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താണ് മിസ്റ്റേക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ പ്രിപ്പോസിഷനാണ് ഇവിടെ മിസ്റ്റേക്ക്. നമ്മളെപ്പോഴും പറയുന്നതാണ്. അപ്പോൾ എന്താണ്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അവാർഡ് കിട്ടി, നമ്മൾ മെസ്സേജ് ചെയ്യുക അല്ലെങ്കിൽ അടുത്തുണ്ടെങ്കിൽ നമ്മൾ നേരിട്ട് പറയും, ഇങ്ങനെ കൺഗ്രാജുലേഷൻസ് ഫോർ ദി അവാർഡ് എന്ന് പറയും. തെറ്റാണത്. കൺഗ്രാജുലേഷൻസ് ഫോർ ദി അവാർഡ് എന്നല്ല പറയേണ്ടത്. കൺഗ്രാജുലേഷൻസ് ഓൺ ദി അവാർഡ് എന്ന് വേണം പറയാൻ. അതായത് കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ എല്ലായ്പ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്, ഫോർ അല്ല. അപ്പോൾ ഇവിടെയും നമ്മൾ എഴുതുമ്പോൾ മൈ അങ്കിൾ കൺഗ്രാജുലേറ്റഡ് മീ ഓൺ മൈ സക്സസ് എന്നാണ് പറയേണ്ടത്. നമ്മൾ ഫോർ എന്ന് പറയാനുള്ളൊരു ടെൻഡൻസി നമുക്കുണ്ടാവും. മൈ അങ്കിൾ കൺഗ്രാജുലേറ്റഡ് മീ ഫോർ മൈ സക്സസ്. തെറ്റാണത്. പറയേണ്ടത് ഈ വിധമാണ്. ഫോർ എന്ന പ്രപ്പോസിഷനല്ല അവിടെ വരേണ്ടത്, ഓൺ എന്ന പ്രപ്പോസിഷനാണ് അവിടെ വരേണ്ടത്. വേറൊരു എക്സാമ്പിൾ നോക്കാം. ഐ കൺഗ്രാജുലേറ്റഡ് Rohit on winning the prize. നോക്കൂ, ഐ കൺഗ്രാജുലേറ്റഡ് റോഹിത് ഓൺ വിന്നിങ് ദ പ്രൈസ് എന്നാണ്. അതായത് ഫോർ എന്നല്ല അവിടെ എഴുതിയത്. ഐ കൺഗ്രാജുലേറ്റഡ് റോഹിത് ഓൺ വിന്നിങ് ദി പ്രൈസ് എന്നാണ്. ഇതാണ് കറക്റ്റ് പ്രയോഗം. അതായത് കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വെർബിൻ്റെ കൂടെ എല്ലായ്പ്പോഴും ചേർന്ന് വരുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓൺ ആണ്. മനസ്സിലായോ? അങ്ങനെയാണത് പ്രയോഗിക്കേണ്ടത്. ഐ കൺഗ്രാജുലേറ്റഡ് റോഹിത് ഓൺ വിന്നിങ് ദി പ്രൈസ്. അല്ലാതെ ഫോർ എന്ന് ഒരിക്കലും പറയാൻ പാടില്ല. നമുക്ക് അങ്ങനെ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അങ്ങനെയല്ല പറയേണ്ടത്. കൺഗ്രാജുലേറ്റിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ എപ്പോഴും ഓൺ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് യൂസേജാണ് ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞത്. ഫോറിന് പകരം ഓൺ എഴുതുക. ഇവിടെ അതുപോലെ തന്നെ, അതായത് ഇങ്ങനെ ആലോചിച്ചാൽ മതി. യു കൺഗ്രാജുലേറ്റ് സംബഡി ഓൺ സംതിങ്. അതാണ് ആ ഗ്രാമറിൻ്റെ സ്ട്രക്ചർ. അതാണ് യു കൺഗ്രാജുലേറ്റ് സംബഡി ഓൺ സംതിങ്. ഇവിടെ നോക്കൂ, ഐ എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റ്, കൺഗ്രാജുലേറ്റഡ് സംബഡി എന്നുള്ള പറയുന്ന രോഹിത്, സംബഡിയുടെ സ്ഥാനത്ത് അല്ലേ, സംബഡിയുടെ സ്ഥാനത്ത് രോഹിത്. ഓൺ സംതിങ്. എന്താണ് സംതിങ്? എന്ത് കാര്യമാണ്? വിന്നിങ് ദ പ്രൈസ്. അതാണ് യു കൺഗ്രാജുലേറ്റ് സംബഡി ഓൺ വിന്നിങ് സംതിങ് എന്ന് പറയുന്നത്. അതാണ് അതിൻ്റെ ആ ഒരു കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇനി ഈ ഒരു മിസ്റ്റേക്ക് ആരും ആവർത്തിക്കരുത്. കൺഗ്രാജുലേഷൻസ് ഓൺ എന്നുള്ളൊരു പ്രയോഗമാണ് ശരിയായിട്ടുള്ളത്. അത് മനസ്സിലാക്കി വയ്ക്കുക. ഓക്കെ. നൗ നമ്മൾ അടുത്ത് പറയാൻ പോകുന്നത്, കൺഗ്രാജുലേഷൻസ് പറഞ്ഞു, അത് നമ്മൾ കറക്റ്റ് ചെയ്തു. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കണ്ടോളൻസ് എന്ന് പറയുന്ന ഒരു
നൗണാണ്. കണ്ടോളൻസ് എന്ന് പറയുന്നത്, കണ്ടോൾ അല്ലെങ്കിൽ കണ്ടോളൻസ് എന്ന് പറയുന്നത്. കണ്ടോളൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടു ഷോ സിമ്പതി അല്ലെങ്കിൽ അനുശോചനം രേഖപ്പെടുത്തുന്നതാണ് നമ്മൾ കണ്ടോളൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛനോ അടുത്ത ആരെങ്കിലും മരിക്കുമ്പോൾ നമ്മൾ അല്ലേ കണ്ടോളൻസ് എന്ന് പറയും. അതെങ്ങനെ എഴുതുന്നേ? നമ്മൾ സുഹൃത്തിനെ മെസ്സേജ് ചെയ്യാണ്, എന്താണ് അനുശോചനം അറിയിച്ചുകൊണ്ട് മെസ്സേജ് ചെയ്യാണ് സുഹൃത്തിന്. കണ്ടോളൻസ് on the demise of your father. കണ്ടോളൻസ് ഓൺ അവിടെ കണ്ടോ, കണ്ടോളൻസ് ഓൺ ആണ്. കണ്ടോളൻസ് ഓൺ ദ ഡിമൈസ്, വേർപാട് ഓഫ് യുവർ ഫാദർ, അച്ഛൻ്റെ വേർപാടിലെ ഞാൻ അനുശോചനം അറിയിക്കുന്നതാണ് നമ്മൾ എഴുതുന്നത്. അവിടെയും കണ്ടോളൻസിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്. അപ്പോൾ ഓൺ പ്രിപ്പോസിഷൻ ഓൺ എന്ന് പറയുന്ന പ്രിപ്പോസിഷൻ ചേർന്ന് വരുന്ന രണ്ട് വെർബുകളാണ് നമ്മളിവിടെ പഠിച്ചത്. വെർബുകൾ അല്ലെങ്കിൽ നൗണുകൾ. നൗണായിട്ട് വന്നാലും അത് തന്നെയാണ്, ഓൺ തന്നെയാണ് വരിക. കൺഗ്രാജുലേഷൻസ് വന്നാലും കണ്ടോളൻസ് വന്നാലും കണ്ടോൾ എന്ന് വന്നു കഴിഞ്ഞാലും പ്രിപ്പോസിഷൻ എപ്പോഴും ഓൺ ആയിരിക്കും. അപ്പോൾ ഇവിടെ അതുപോലെ തന്നെ കണ്ടോളൻസ് ഓൺ എന്നുള്ളതാണ് പ്രയോഗമാണ് ശരി. കണ്ടോളൻസ് ഓൺ ദ ഡിമൈസ് ഓഫ് യുവർ ഫാദർ എന്ന് നമ്മൾ അനുശോചനം അറിയിക്കും. അതാണ് അതിൻ്റെ സ്ട്രക്ചർ. കണ്ടോളൻസ് ഓൺ എന്ന പ്രയോഗമാണ് ശരിയായിട്ടുള്ളത്. ഓക്കെ, നൗ നമ്മൾ അടുത്ത് നോക്കാൻ പോകുന്നത് അറിഞ്ഞിരിക്കേണ്ട വേറൊരു ഇതാണ് കൺഫർ എന്ന് പറയുന്നൊരു വെർബ്. കൺഫർ എന്ന് പറയുന്ന വെർബ്. കൺഫർ എന്ന വെർബിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? എന്തെങ്കിലും സമ്മാനിക്കുക, പ്രത്യേകിച്ചും ബഹുമതികൾ സമ്മാനിക്കുന്നതിനാണ് നമ്മൾ കൺഫർ എന്ന് ഉപയോഗിക്കുന്നത്. അപ്പോൾ സാധാരണഗതിയിൽ ബഹുമതികൾ നൽകുന്നതിന് നമ്മൾ എന്താണ് പറയുക, ഓണേഡ് അല്ലേ? ഇപ്പോൾ നെഹ്റു വാസ് ഓണേഡ് വിത്ത് ഭാരതരത്ന നമുക്ക് പറയാം അല്ലേ? ഓണേഡ് വിത്ത് ഭാരതരത്ന എന്ന് പറയുന്നത്. അപ്പോൾ ഓണേഡ് എന്ന് പറയാം, കൺഫർ എന്ന വേർഡ് ഉപയോഗിച്ചുകൊണ്ട് പറയാം. അതായത് ഗിവൺ എന്നുള്ളതാണ്, കൊടുത്തു, നൽകപ്പെട്ടു എന്നുള്ള രീതിയിലാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് എക്സാമ്പിളായിട്ട് നമ്മൾ എഴുതുകയാണെങ്കിൽ, കൺഫർ വെച്ചിട്ട് എഴുതുകയാണെങ്കിൽ, നെഹ്റു വാസ് കൺഫേർഡ് എന്ന് എഴുതുമ്പോൾ ഡബിൾ ആർ ഉണ്ട്. കൺഫേർഡ് വിത്ത് ഭാരത് രത്ന. നെഹ്റു വാസ് കൺഫേർഡ് വിത്ത് ഭാരത് രത്ന എന്നാണ് നമ്മൾ പറയുന്നത്. അതിൻ്റെ കൺഫേർഡിൻ്റെ കൂടെ ഒരു പ്രിപ്പോസിഷൻ വിത്താണ്. ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോൾ നെഹ്റു വാസ് കൺഫേർഡ് വിത്ത്, നൽകപ്പെട്ടു, കൺഫേർഡ് വിത്ത് ഭാരത് രത്ന എന്നുള്ളതാണ്. ഇനി നിങ്ങൾ ഈ ഭാരത് രത്ന സബ്ജക്റ്റായിട്ട് കൊണ്ടുവരികയാണെങ്കിൽ അത് മാറി വരും പ്രിപ്പോസിഷൻ. ഭാരത് രത്ന വാസ് കൺഫേർഡ്, ഭാരത് രത്ന വാസ് കൺഫേർഡ് ഓൺ നെഹ്റു എന്ന് വരും. നോക്കൂ, നെഹ്റു സബ്ജക്റ്റായിട്ട് എഴുതിയപ്പോൾ എങ്ങനെയാണ് വന്നത്? നെഹ്റു വാസ് കൺഫേർഡ് വിത്ത് ഭാരത് രത്ന. ഇവിടെയോ ഭാരത് രത്ന നമ്മൾ ആ ഒരു ഓബ്ജക്റ്റ് നമ്മൾ സബ്ജക്റ്റ് എടുത്തപ്പോൾ എങ്ങനെയാണ് വന്നത്? ഭാരത് രത്ന വാസ് കൺഫേർഡ് ഓൺ നെഹ്റു. ഭാരത് രത്ന നെഹ്റുവിന് നൽകപ്പെട്ടു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഭാരത് രത്ന വാസ് കൺഫേർഡ് ഓൺ നെഹ്റു. സോ ദാറ്റ് മീൻസ് കൺഫേർഡ് വിത്ത് സംതിങ് എന്നുള്ളതാണ് എൻ്റെ പ്രിപ്പോസിഷൻ. കൺഫേർഡ് വിത്ത് സംതിങ്. ഇവിടെ എന്താണ് വിത്ത് സംതിങ്? ഭാരത് രത്ന അല്ലേ? സംതിങ് എന്നുള്ളതാണ് വിത്ത് സംതിങ്. കൺഫേർഡ് വിത്ത് സംതിങ്. കൺഫേർഡ് ഓൺ ആണെങ്കിലോ അതെപ്പോഴാണ് വരിക? കൺഫേർഡ് ഓൺ സംബഡി, ആരുടെയെങ്കിലും മേൽ. ഇവിടെ ആരാ? നെഹ്റു. മനസ്സിലായോ? കൺഫേർഡ് വിത്ത് സംതിങ്, കൺഫേർഡ് ഓൺ സംബഡി എന്നുള്ളതാണ് പ്രയോഗമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ഓക്കെ, so now we move on to the next one. The fourth one is confident എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ്. കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് കോൺഫിഡൻറ്റിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓഫ്. കോൺഫിഡൻറ്റ് ഓഫ് ആണ് ശരി. കോൺഫിഡൻ്റ് എന്ന് പറഞ്ഞ അർത്ഥം എന്താണ്? ഐ എം കോൺഫിഡൻറ്റ് എന്ന് പറഞ്ഞാൽ ആത്മവിശ്വാസമുള്ള എന്നാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരാൾ പറയാണ്, ഇപ്പോൾ വിനു പറയുന്നു, വിനു
ഈസ് കോൺഫിഡൻറ്റ് ഡാഷ് completing the project on time. Vinu is confident dash completing the project on time. കൃത്യസമയത്തിന് പ്രോജക്റ്റ് ചെയ്തു തീർക്കാമെന്ന് വിനുവിന് ആത്മവിശ്വാസമുണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രിപ്പോസിഷൻ അവിടെ എന്താ എഴുതാൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ്? വിനു ഈസ് കോൺഫിഡൻറ്റ് ഓഫ് Vinu is confident of completing the project on time. For example, Mark was confident dash winning the race. Mark was confident dash winning the race. അവിടെയും പറഞ്ഞതുപോലെ എന്താണ്? കോൺഫിഡൻറ്റ് ഓഫ്, അവൻ ആ റേസ് വിജയിക്കാമെന്ന് ആത്മവിശ്വാസം ഉണ്ടായിരുന്നുള്ളതാണ്. മാർക്ക് വാസ് കോൺഫിഡൻറ്റ് ഓഫ് വിന്നിങ് ദി റേസ്. ഓക്കെ, ഇതാണ് കോൺഫിഡൻറ്റിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയുക? ഓഫ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രിപ്പോസിഷൻ. ഓക്കെ, സോ നെക്സ്റ്റ് വി കം ടു ദി ലാസ്റ്റ് ഈ വീഡിയോയിലെ അവസാനത്തെ ഒരു നൗണ് പരിചയപ്പെടുത്തുകയാണ്. കോൺഫിഡൻറ്റിൻ്റെ നൗണാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം നൗണാണ്. കോൺഫിഡൻറ്റിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ, കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റിൻ്റെ കൂടെ വരുന്ന ഒരു പ്രിപ്പോസിഷൻ ഓഫ് ആണെങ്കിൽ കോൺഫിഡൻസിൻ്റെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ഇന്നാണ്. മനസ്സിലായോ? സോ എങ്ങനെ പറയാം? ഉദാഹരണത്തിന് ഐ ഹാവ് കോൺഫിഡൻസ് ഡാഷ് ജോൺ. ഐ ഹാവ് കോൺഫിഡൻസ് ഡാഷ് ജോൺ. എനിക്ക് ജോണിൽ വിശ്വാസമുണ്ട്, ജോണിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്, എനിക്ക് അവനിൽ ആത്മവിശ്വാസം ഉണ്ടെന്ന് പറയുമ്പോൾ, എനിക്ക് അവനിൽ കോൺഫിഡൻസ് ഉണ്ട് എന്ന് പറയുമ്പോൾ എന്താ പറയുക? ഐ ഹാവ് കോൺഫിഡൻസ് ഇൻ ജോൺ. നോക്കൂ, രേഖ ഹാസ് കോൺഫിഡൻസ് ഡാഷ് ദി പ്രോജക്റ്റ്. രേഖ ഹാസ് കോൺഫിഡൻസ് ഡാഷ് ദി പ്രോജക്റ്റ്. അവിടെയും കോൺഫിഡൻസ് ഇൻ എന്നുള്ളതാണ്. സോ പറഞ്ഞു വന്നത്, കോൺഫിഡൻറ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവിൻ്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാവുന്ന പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത് ഓഫാണ്. അതേസമയം കോൺഫിഡൻസ് എന്ന് പറയുന്ന നൗണിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇൻ എന്ന പ്രിപ്പോസിഷനാണ്. സോ ഒന്നുകൂടി പറയാം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലെ 5 യൂസേജും. ഒന്നാമത് പറഞ്ഞത് കൺഗ്രാജുലേഷൻ എന്ന് പറയുന്ന നൗണാണ്. കൺഗ്രാജുലേറ്റ് എന്ന് പറയുന്ന വെർബോ അല്ലെങ്കിൽ കൺഗ്രാജുലേഷൻ എന്ന് പറയുന്ന നൗണിൻ്റെ കൂടെയോ എപ്പോഴും വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആണ്, അതൊരിക്കലും മാറില്ല. രണ്ടാമത് പറഞ്ഞത് കണ്ടോൾ അല്ലെങ്കിൽ കണ്ടോളൻസ് നൗണാണ്, അനുശോചനം എന്ന് പറയുന്നത്. അതിൻ്റെ കൂടെയും വരുന്ന പ്രിപ്പോസിഷൻ ഓൺ ആയിരിക്കും, കണ്ടോളൻസ് ഓൺ എന്നാണ് നമ്മൾ പറയുക. അടുത്ത് പറഞ്ഞത് കൺഫർ എന്ന് പറയുന്ന ഒരു വെർബാണ്. കൺഫറിൻ്റെ കൂടെ നമുക്ക് കൺഫർ വിത്തും പറയാം, കൺഫർ ഓണും പറയാം. അതായത് സംബഡി ഈസ് കൺഫേർഡ് വിത്ത് സംതിങ്ങും, എന്താണ്, സംതിങ് ഈസ് കൺഫേർഡ് ഓൺ സംബഡി എന്നുള്ളൊരു പ്രയോഗമാണ് നമ്മളത് നോക്കിയത്. അടുത്ത് പറഞ്ഞത്, നാലാമതായിട്ട് പറഞ്ഞത് കോൺഫിഡൻ്റ് ആണ്, കോൺഫിഡൻറ്റ് ഓഫ് ആണ് ശരി. ലാസ്റ്റ് ഫൈനലായിട്ട് നമ്മൾ പറഞ്ഞത് ഏതാ? കോൺഫിഡൻസ് ഇൻ ആണ് ശരി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മാത്രമല്ല നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടെ രേഖപ്പെടുത്തണം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണമെന്നും കൂടി റിക്വസ്റ്റ് ചെയ്യാണ്. വേറൊരു വീഡിയോയുമായിട്ട് നമുക്ക് അടുത്ത തവണ കാണാം. Until then, enjoy the happy moments. Bye.